Hello friends, welcome to Singularis Software Technologies official YouTube channel. ലാസ്റ്റ് വീഡിയോയിൽ ലിസ്റ്റിന്റെ ഇൻട്രൊഡക്ഷനും എങ്ങനെയാണ് ലിസ്റ്റിൽ നിന്ന് ഐറ്റം ആക്സസ് ചെയ്യുന്നതെന്നും പഠിച്ചു. ലിസ്റ്റിന്റെ അടുത്ത സെക്ഷൻ ആണ് ഈ വീഡിയോ. ആദ്യം ലിസ്റ്റിൽ എങ്ങനെയാണ് ഐറ്റംസ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. യൂസ് ചെയ്യുന്ന മൂന്ന് മെത്തേഡ് ആണ് അപ്പെൻഡ്, ഇൻസേർട്ട്, എക്സ്റ്റെൻഡ്. വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തേത് അപ്പെൻഡ്. അപ്പെൻഡ് ഈസ് യൂസ്ഡ് ടു ആഡ് ഐറ്റം ടു ദ എൻഡ് ഓഫ് ദ ലിസ്റ്റ്. അതിന്റെ സിന്റാക്സ് വരുന്നത് ലിസ്റ്റ് നെയിം ഡോട്ട് അപ്പെൻഡ് ഓഫ് ഐറ്റം. നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ ചെക്ക് ചെയ്യാം. A is equal to 1, 2, 3 ഒരു ലിസ്റ്റ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് എയിലേക്ക് പുതിയൊരു ഐറ്റം ആഡ് ചെയ്യാനായിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് ലിസ്റ്റിന്റെ നെയിം A ഡോട്ട് പെൻ. അപ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ഒരു നമ്പർ തന്നെ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. 6 ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി A പ്രിന്റ് ചെയ്യിപ്പിക്കാം. നമുക്ക് എൻഡിലേക്ക് ഒരു ഐറ്റം ആഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു ഐറ്റം കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇപ്പൊ എയിൽ ഓൾറെഡി ഉള്ളത് 1, 2, 3, 6 ആണ്. ഈ ഒരു ലിസ്റ്റിലേക്ക് നമുക്കൊരു സ്ട്രിങ് ആഡ് ചെയ്ത് നോക്കാം. അപ്പൊ A ഡോട്ട് അപ്പെൻഡ്. സ്ട്രിങ്ങിന് നമ്മൾ കൊട്ടേഷനിൽ കൊടുക്കണം. സിംഗുലാരിസ് എന്ന് കൊടുക്കാണ്. അത് കഴിഞ്ഞ് A ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിച്ച് നോക്കാം. പ്രിന്റ് ഇതിനകത്തേക്ക് സിംഗുലാരിസും കൂടെ ആഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു ഫ്ലോട്ട് ആഡ് ചെയ്ത് നോക്കാം. A പ്രിന്റ് ചെയ്യിപ്പിക്കാം. അതിലേക്ക് ഫ്ലോട്ട് പോയിന്റ് ആഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. ആഡ് ചെയ്യുന്തോറും എന്തൊക്കെയായിരിക്കും ഐറ്റം ആഡ് ചെയ്ത് വരുന്നത്. അതിനാണ് അപ്പെൻഡ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ഇൻസേർട്ട്. ഇൻസേർട്ട് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ഇൻസേർട്ട് എ ലിസ്റ്റ് ഐറ്റം അറ്റ് എ സ്പെസിഫൈഡ് ഇൻഡെക്സ്. നമ്മളൊരു ഐറ്റം ആഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഐറ്റം എവിടെയാണോ ആഡ് ചെയ്യേണ്ടത് ആ ഒരു ഇൻഡെക്സും കൂടെ മെൻഷൻ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള സിന്റാക്സ് ആണ് ലിസ്റ്റ് നെയിം ഡോട്ട് ഇൻസേർട്ട് ഓഫ്. ഇൻഡെക്സ് ആദ്യം പറഞ്ഞു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആ ഇൻഡെക്സിലോട്ട് വരേണ്ട ഐറ്റം കൂടി പറഞ്ഞു കൊടുക്കണം. ഒരു എക്സാമ്പിൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് പുതിയൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ബി എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തേക്ക് ലിസ്റ്റ് ആഡ് ചെയ്യാണ്. ഇനി ബിയിലേക്ക് ലിസ്റ്റിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ബി, ലിസ്റ്റ് നെയിം ഇവിടെ ബി ആണ്. ബി ഡോട്ട് ഇൻസേർട്ട് ഓഫ്. ആദ്യം ഇൻഡെക്സ് പറഞ്ഞു കൊടുക്കാം. ഞാനിവിടെ ഫസ്റ്റ് ഇൻഡെക്സിലോട്ടാണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇൻഡെക്സ് കൊടുക്കുക. അപ്പൊ പെൻസിൽ എവിടെയാണോ ഉള്ളത് അവിടേക്കായിരിക്കും നമ്മൾ ഇനി ആഡ് ചെയ്യാൻ പോകുന്ന ഐറ്റം വന്ന് ജോയിൻ ചെയ്യുക. അപ്പൊ ഞാനിവിടെ ചോക്കാണ് കൊടുക്കുന്നത്. ചോക്ക് കൊടുത്തിട്ടുണ്ട്. സംഭവിക്കാൻ പോകുന്നത് ചോക്ക് പെൻസിലിന്റെ അവിടെ വന്നിട്ട് ജോയിൻ ആവും. കാരണം ഫസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അവിടെയാണ്. പെൻസിലും ബുക്കും എന്ത് ചെയ്യും, ഓരോ ഇൻഡെക്സ് വെച്ചിട്ട് ഷിഫ്റ്റ് ആയിട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റും. നമുക്ക് ബി ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിച്ച് നോക്കാം. പ്രിന്റ് ബി. അപ്പം ഫസ്റ്റ് ഇൻഡെക്സിൽ ചോക്ക് വന്നു, സെക്കൻഡ് ഇൻഡെക്സിലോട്ട് പെൻസിൽ മൂവ് ഓൺ ആയി. അതേപോലെ തന്നെ ബുക്ക് അടുത്തൊരു ഇൻഡെക്സിനകത്തേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾക്ക് ഇൻസേർട്ട് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് എക്സ്റ്റെൻഡ് മെത്തേഡ്. എക്സ്റ്റെൻഡ് മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊരു വേറൊരു ലിസ്റ്റിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, എലമെന്റ്സ് അപ്പെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ രണ്ട് ലിസ്റ്റാണ് നമ്മൾക്ക് വേണ്ടത്. രണ്ട് ലിസ്റ്റ് വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് എക്സ് എന്ന് പറഞ്ഞ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. എക്സിനകത്തേക്ക് ഞാൻ കൊടുക്കാൻ പോകുന്നത് 1, 2, 3. ഇനി വൈ എന്ന് പറഞ്ഞ അടുത്ത ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. വൈ ഇസ് ഇക്വൽ ടു ലിസ്റ്റിനകത്തേക്ക് ഞാൻ കൊടുക്കാൻ പോകുന്നത് എ, ABC ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ എക്സിനകത്തോട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്യണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ലിസ്റ്റ് നെയിം ഡോട്ട് എക്സ്റ്റെൻഡ് ഓഫ് ലിസ്റ്റ് നെയിം 2. എക്സ് ഡോട്ട് എക്സ്റ്റെൻഡ് ഓഫ് വൈ. ഇവിടെ ലിസ്റ്റ് നെയിം 2 എന്ന് പറയുന്നത് വൈ ആണ്. ഇനി പ്രിന്റ് ചെയ്യിപ്പിക്കേണ്ടത് ഏതാണോ ലിസ്റ്റ് നെയിം 1, ആരുടെയൊക്കെയാണോ ഏത് ലിസ്റ്റിലേക്കാണോ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നത്
ആ ലിസ്റ്റ് വേണം എന്ത് ചെയ്യാനായിട്ട്, പ്രിന്റ് ചെയ്യിപ്പിക്കാനായിട്ട്. ഇവിടെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എക്സ് ആണ്, അപ്പൊ പ്രിന്റ് ചെയ്യേണ്ടത് എക്സ് ആണ്. ഇവിടെ നമുക്ക് കാണാം എക്സിലോട്ട് അപ്പൻഡ് ചെയ്തത് കൊണ്ട് എക്സിലുള്ള ഐറ്റംസ് ആയിരിക്കും ആദ്യം വരുന്നത്, അത് കഴിഞ്ഞിട്ടായിരിക്കും വൈയിലുള്ള ഐറ്റംസ് വരുന്നത്. ഇനി നേരെ തിരിച്ചാണ് ചെയ്യുന്നതെങ്കിലോ, വൈ ഡോട്ട് എക്സ്റ്റെൻഡ് ഓഫ് എക്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിന്റ് വൈ ആണ് ചെയ്യേണ്ടത്. പ്രിന്റ് വൈ ആണ് ചെയ്യേണ്ടത്. ഇവിടെ വൈയിലുള്ള എലമെന്റ്സ് ആയിരിക്കും ആദ്യം വരിക, അത് കഴിഞ്ഞിട്ടായിരിക്കും എക്സിലുള്ള എലമെന്റ്സ് വരിക. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാം വൈയിൽ ഉണ്ടായിരുന്നത് എ ബി സി ആയിരുന്നു. ഇപ്പം എക്സ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം എക്സിൽ ഇപ്പൊ ഓൾറെഡി ഉള്ളത് 1 2 3 എ ബി സി ആണ്. ആ 1 2 3 എ ബി സി കൂടെ നമുക്ക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതാണ് എക്സ്റ്റെൻഡ് മെത്തേഡ്. അപ്പൊ ഈ 3 മെത്തേഡ് ആണ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ലിസ്റ്റിൽ ഐറ്റംസ് ചേഞ്ച് ചെയ്യണേന്ന് നോക്കാം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സിന്റാക്സ് ആണ് ലിസ്റ്റ് നെയിം ഓഫ് ഇൻഡെക്സ്. അത് കഴിഞ്ഞിട്ട് എന്താണോ ആ ഒരു ലിസ്റ്റിന്റെ ഇൻഡെക്സിലോട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് ആ വാല്യൂ കൊടുക്കുക. ഇപ്പൊ ലിസ്റ്റ് നെയിം ഓഫ് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്, ആ ഇൻഡെക്സിലുള്ള ഐറ്റത്തെ ആക്സസ് ചെയ്തിട്ട് അതിന് ചേഞ്ച് ആയി കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേണ്ടിയിട്ട് നമുക്കൊരു ലിസ്റ്റ് നോക്കാം. നം ഈസ് ഈക്വൽ ടു, നമ്മൾ നമ്പേഴ്സ് എല്ലാം വേർഡ്സിൽ എഴുതി കൊടുക്കാണ്. 1 2 3. ഇവിടെ നമ്പേഴ്സ് വേർഡ്സിൽ എഴുതിയതിന് നമുക്ക് ന്യൂമറിക്കൽ ആയിട്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നം ഓഫ് സീറോ എടുക്കാം. നം ഓഫ് സീറോ എന്ന് പറയുന്നത് 1 ആണ്. 1ൽ നിന്ന് നമ്മൾ ആദ്യം ആക്സസ് ചെയ്തു, എന്നിട്ട് അതിനെ ചേഞ്ച് ആക്കി കൊടുക്കാൻ പോകുന്നത് ന്യൂമറിക്കൽ ആയിട്ടുള്ള 1 ആയിട്ടാണ്. ഇനി നം ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് നം. ഇപ്പൊ നമ്മൾക്ക് 1 എന്നുള്ള വേർഡ് മാറിയിട്ട് ന്യൂമറിക്കൽ ആയിട്ട് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് എല്ലാ ഇൻഡെക്സിലുള്ളതും ആക്സസ് ചെയ്തിട്ട് മാറ്റി കൊടുക്കാൻ പറ്റുന്നതാണ്. വേറൊരു എക്സാമ്പിളിലൂടെയും കാണിച്ചു തരാം. നമ്പർ 1 എടുക്കാം. നം ഓഫ് 1. നം ഓഫ് 1ൽ ഇപ്പോൾ ഓൾറെഡി ഉള്ളത് 2 ആണ്. ആ 2വിനെ മാറ്റിയിട്ട് നമുക്ക് സിംഗുലാരിറ്റീസ് എന്ന് കൊടുക്കാം. നം ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് സെക്കൻഡ് പൊസിഷനിൽ 2 മാറിയിട്ട് സിംഗുലാരിറ്റീസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതേപോലെ ഇൻഡെക്സ് ആദ്യം ആക്സസ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യേണ്ട വാല്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ലിസ്റ്റിനകത്തേക്ക് ആ വാല്യൂ ചേഞ്ച് ആയിട്ട് വരുന്നത് കാണാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ജോയിൻ ലിസ്റ്റ് ഐറ്റം ആണ്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് പ്ലസ് ഓപ്പറേറ്റർ ആണ്. 2 ലിസ്റ്റ് കൊടുക്കുക. എ ഈസ് ഇക്വൽ ടു 1, 2, 3. B is equal to A, B എന്ന് കൊടുക്കാണ്. ഇനി ഇവിടെ പുതിയൊരു വേരിയബിളിനകത്തേക്ക് A പ്ലസ് B കൊടുത്തു. ഇനി C പ്രിന്റ് ചെയ്യിപ്പിക്കാം. പ്രിന്റ് C. ഇവിടെ നമ്മൾക്ക് നേരത്തെ ചെയ്ത എക്സ്റ്റെൻഡ് മെത്തേഡ് പോലെ തന്നെയാണ്. ആദ്യം ഏതാണോ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് ആ ഒരു ലിസ്റ്റിലെ ഐറ്റംസ് ആയിരിക്കും വരുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും രണ്ടാമത്തെ ലിസ്റ്റിൽ ഐറ്റംസ് വന്ന് ജോയിൻ ആവുന്നത്. ഇനി നമ്മൾ നേരെ തിരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ D is equal to B plus A. D പ്രിന്റ് ചെയ്യിപ്പിക്കാം. പ്രിന്റ് D. ഇപ്പോ ബിയിലുള്ള ഐറ്റംസ് ആയിരിക്കും ആദ്യം വരുന്നത്, അത് കഴിഞ്ഞിട്ടായിരിക്കും എയിലുള്ള ഐറ്റംസ് വരുന്നത്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഓർഡറിലായിരിക്കും ലിസ്റ്റ് വന്നിട്ട് ജോയിൻ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് കോപ്പി ലിസ്റ്റ് ഐറ്റംസ് ആണ്. അപ്പൊ എന്താ മെത്തേഡ്സ് നോക്കുന്നതിന് മുമ്പ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സ് ഈസ് ഇക്വൽ ടു, ഒരു ലിസ്റ്റ് ഞാൻ എക്സിലേക്ക് അസൈൻ ചെയ്യാണ്. 100, 200, 300. പിന്നെ എക്സിനെ വേറൊരു വേരിയബിളിനകത്തേക്ക് അസൈൻ ചെയ്യാണ്. അപ്പൊ y ഈസ് ഇക്വൽ ടു എക്സ് എന്ന് കൊടുത്തു. ഇനി പ്രിന്റ് y ഒന്ന് ചെയ്യിപ്പിച്ച് നോക്കാം. പ്രിന്റ് വൈയിലേക്ക് എക്സിലെ സെയിം എലമെന്റ്സ് വന്ന് ജോയിൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എക്സിലെ ഏതെങ്കിലും ഒരു എലമെന്റ് മാറ്റാം. എക്സ് ഓഫ് 1 ഇപ്പോൾ ഉള്ളത് 200 ആണ്. ഞാൻ അതിനെ 400 ആക്കി മാറ്റാൻ പോവാണ്. ഇനി പ്രിന്റ് എക്സ് ചെയ്യാം.
400 ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി പ്രിന്റ് y ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലും ചേഞ്ചസ് എഫക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ ഒറിജിനൽ ആയിട്ടുള്ള ലിസ്റ്റിൽ വരുന്ന ചേഞ്ചസ് കോപ്പി ചെയ്ത് വെക്കുന്ന ലിസ്റ്റിലേക്ക് എഫക്ട് ചെയ്യാതിരിക്കാനാണ് കോപ്പി മെത്തേഡും ലിസ്റ്റ് മെത്തേഡും യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എക്സിൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞപ്പം എക്സിൽ വൈയിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തതായതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ വൈയിലും ആ ചേഞ്ചസ് എഫക്ട് ആയി. പിന്നെ നമ്മൾ കോപ്പി ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടായിരിക്കില്ല. അപ്പൊ നമുക്ക് അതിന്റെ സിന്റാക്സ് നോക്കാം. കോപ്പി ലിസ്റ്റ് ഈസ് ഇക്വൽ ടു ലിസ്റ്റ് നെയിം ഡോട്ട് കോപ്പി കൊടുക്കാം. അപ്പൊ ഇവിടെ എക്സ് തന്നെ എടുക്കാം. എക്സ് ആ ഒരു വാല്യൂ കൊടുത്തു. ഇവിടെ നമ്മൾ അതിന് കോപ്പി ചെയ്യാണ്. കോപ്പി ചെയ്യാൻ വേണ്ടി പുതിയ ലിസ്റ്റ് ആണ് കൊടുക്കുന്നത്. അപ്പൊ y ഈസ് ഇക്വൽ ടു ലിസ്റ്റ് നെയിം ഡോട്ട് കോപ്പി. ഇവിടുത്തെ ലിസ്റ്റിന്റെ പേര് എക്സ് ആണ്. എക്സ് ഡോട്ട് കോപ്പി കൊടുക്കാണ്. ഇനി y പ്രിന്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രിന്റ് y കൊടുക്കാണ്. ഇപ്പൊ yയിലുള്ളത് 100, 200, 300 തന്നെയാണ്. നമ്മൾക്ക് എക്സിലെ വാല്യൂസ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. എക്സ് ഓഫ് 2 ഈസ് ഇക്വൽ ടു എക്സ് ഓഫ് 2 ഓൾറെഡി ഉള്ളത് 300 ആണ്. ഞാനത് 600 ആക്കി കൊടുക്കാണ്. ഇനി പ്രിന്റ് എക്സ് ചെയ്യിപ്പിച്ച് നോക്കാം. പ്രിന്റ് എക്സിനകത്ത് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി പ്രിന്റ് y ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ഓൾറെഡി എന്താണോ വൈയിലേക്ക് നമ്മൾ കോപ്പി ചെയ്ത് കൊടുത്തത് അത് തന്നെയായിരിക്കും റിട്ടേൺ ചെയ്ത് വരുന്നുണ്ടായിരിക്കുക. ഇനി അതേപോലെയുള്ള രണ്ടാമത്തെ മെത്തേഡാണ് ലിസ്റ്റ് മെത്തേഡ്. ഇവിടെ സിന്റാക്സ് എന്ന് പറയുന്നത് കോപ്പി ലിസ്റ്റ്, ഒരു ലിസ്റ്റിന്റെ പേര് കൊടുക്കാം, ലിസ്റ്റ് ഓഫ് ലിസ്റ്റ് നെയിം കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ എക്സാമ്പിൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 1000 എന്ന് കൊടുക്കാം. 3000 എന്താ. ഇനി നമ്മൾക്ക് ഇതിനെ വേറൊരു വേരിയബിളിനകത്തേക്ക് മേടിച്ചു വെക്കാം. a ഈസ് ഇക്വൽ ടു ലിസ്റ്റ് ഓഫ് ലിസ്റ്റ് നെയിം. ലിസ്റ്റ് നെയിം എന്ന് പറയുന്നത് എക്സ് ആണ്. ഇനി പ്രിന്റ് a എന്ന് ചെയ്യാം. എയിൽ വന്നിരിക്കുന്നത് 1000, 2000, 3000 ആണ്. ഇനി എക്സിലുള്ള ഏതെങ്കിലും വാല്യൂ ചേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പൊ എക്സ് ഓഫ് 0 ഇപ്പൊ ഉള്ളത് 1000 ആണ്. അതിനെ മാറ്റിയിട്ട് നമുക്ക് 4000 ആക്കാം. ഇനി പ്രിന്റ് എക്സ് ചെയ്ത് നോക്കാം. എക്സിൽ ഇപ്പൊ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇനി അത് എനെ എഫക്ട് ചെയ്തോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രിന്റ് എൻ ചെയ്ത് നോക്കാം. ഇവിടെ എയിൽ ഓൾറെഡി എന്താണോ ഉണ്ടായിരുന്നത് അത് തന്നെയാണ് റിട്ടേൺ ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾക്ക് കോപ്പി ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒറിജിനൽ ആയിട്ടുള്ള ലിസ്റ്റിൽ എന്ത് ചേഞ്ചസ് വന്നാലും എന്ത് ചെയ്യില്ല, അത് കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ലിസ്റ്റിനെ എഫക്ട് ചെയ്യത്തില്ല. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡാണ് കോപ്പി ആൻഡ് ലിസ്റ്റ് മെത്തേഡ്. ഇന്ന് നമ്മൾ ലിസ്റ്റിൽ എങ്ങനെയാണ് ഐറ്റം ആഡ് ചെയ്യുന്നതെന്നും എങ്ങനെയാ ചേഞ്ച് ചെയ്യുന്നത്, എങ്ങനെയാ ജോയിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് കോപ്പി ചെയ്യണമെന്നൊക്കെ പഠിച്ചു. ഇനി ലിസ്റ്റിന്റെ അടുത്ത ഭാഗമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. See you soon.